ഗുഹയിലേക്ക് പോകാനായിട്ട് ഒരു കയറിട്ട് കൊടുക്കുന്നുണ്ട് സാൻഡോപാൻസ്. ആ കയറിൽ തൂങ്ങിയിട്ട് ഡോൺ കിഹോട്ടി താഴേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവിടെ അതിമനോഹരമായ നദീതീരവും പുൽത്തകിടിയും ഒക്കെ അദ്ദേഹം കാണുന്നു. അതിസുന്ദരികളായ സ്ത്രീകൾ. ഇയാളുടെ കാമുകി, സങ്കല്പ കാമുകിയായ ഡുൾസീനിയെയും ഇയാൾ അവിടെ വെച്ച് കാണുന്നു. 3 ദിവസം അദ്ദേഹം അവിടെ വെച്ച് അവരോടൊപ്പം താമസിച്ചു. എന്നിട്ട് വീണ്ടും കയറിൽ തൂങ്ങി മേലേക്ക് കയറിയപ്പോൾ കയറിയിട്ട് ഇയാൾ പറഞ്ഞു, സുന്ദരമായ 3 ദിവസം എന്ന് പറഞ്ഞു. അപ്പോൾ സാൻഡോപാൻസ് ചോദിച്ചു, നിങ്ങൾ പോയിട്ട് അരമണിക്കൂർ പോലും ആയില്ലല്ലോ. ആ യുക്തിയും ഭാവനയും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യാത്മകമായ സംഘർഷമുണ്ടല്ലോ. അതിൻ്റെ ഒരു സൗന്ദര്യം അന്ന് ആദ്യകാല നോവൽ മുതലേ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ എവിടെ മുതലാണ് നമ്മൾ ഈ റിയലിസം അല്ലെങ്കിൽ യുക്തിഭദ്രമായ ഒരു ഭാവനയില്ല, പലപ്പോഴും യുക്തി കടന്നു വരുമ്പോൾ ഭാവന തന്നെ ഇല്ലാതാവുകയാണ് എന്ന് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ജീവിതം തന്നെ യുക്തിഭദ്രമല്ലാതാക്കിയ ഫെർണാൻഡോ പെസോവയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം സ്വന്തം ജീവിതം പോലും ഡീകൺസ്ട്രക്ട് ചെയ്തു എന്ന് നമുക്കറിയാം. സിഗരറ്റ് കടലാസിൽ, ചപ്പ് കടലാസിൽ, കീറ കടലാസിലൊക്കെ അദ്ദേഹം ഗംഭീരമായ കുറിപ്പുകൾ എഴുതി കൊടുക്കും. ഒരു ട്രങ്ക് പെട്ടിയിൽ ഇതെല്ലാം പൂട്ടി വെച്ചു. അദ്ദേഹം മരിച്ച 65 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ട്രങ്ക് പെട്ടി തുറക്കുന്നത്. ആ ട്രങ്ക് പെട്ടിയാണ് ഇന്നിപ്പോൾ നമ്മൾ ബുക്ക് ഓഫ് ഡിസ്ക്വയറ്റ്, ഒരിക്കലും പൂർത്തിയാവാത്ത, അന്നും പൂർത്തിയാവാത്ത, ഇനി ഒരിക്കലും പൂർത്തിയാകാനിടയില്ലാത്ത പുസ്തകം എഴുതിയത്. എത്രയോ മനുഷ്യരാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്, എത്രയോ ആളുകളാണ് പെസോവയുടെ ഉള്ളിൽ എഴുത്തുകാരായിട്ടുണ്ടായിരുന്നത്. ഹെട്രോണിംസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. 100 ചില്ലാനം മനുഷ്യരുടെ അവർക്ക് പേരും ഉണ്ടായിരുന്നു, വിലാസം ഉണ്ടായിരുന്നു, അവർക്കൊക്കെ ജോലി ഉണ്ടായിരുന്നു. പ്രധാനമായിട്ട് 3 പേരാണ് പെസോവയിൽ ഉണ്ടായിരുന്നത്. ആൽബർട്ടോ കെയ്റോ, റിക്കാർഡോ റീസ്, അൽവാരോ ഡി കാമ്പോസ് എന്ന് പറഞ്ഞ 3 പേരായിരുന്നു. പിന്നെ ബെർണാഡ് സോറസ്, പിന്നെ ഇംഗ്ലീഷ് പോയം മാത്രം എഴുതുന്ന അലക്സാണ്ടർ സ്വെച്ച്, ചാൾസ് റോബർട്ട് ആൾട്ട്മാൻ, ഫ്രഞ്ചിൽ മാത്രം എഴുതുന്ന ഷോൺ സോൾ, ഇതിന് പുറമെ വിവർത്തനം മാത്രം ചെയ്യുന്ന സ്ത്രീകൾ. അങ്ങനെ അസംഖ്യം എഴുത്തുകാർ ഈ ഒരൊറ്റ മനുഷ്യന്റെ ഉള്ളിൽ കൊണ്ട് നടന്നിരുന്നു. ആലോചിച്ച് നോക്കി, അദ്ദേഹം സ്വന്തം ജീവിതം തന്നെ ഡീകൺസ്ട്രക്ട് ചെയ്തു. ഇത്രയ്ക്ക് ഭാവനാശാലിയായിട്ടുള്ള മനുഷ്യർ കടന്നു പോയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് സാധിക്കുന്നത് സ്വന്തം കലയിൽ ഭ്രാന്തമായി മുഴുകുന്ന ഒരു കലാകാരന് മാത്രമേ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പെസോവയാണ്. എഴുത്തിൻ്റെ അസംഖ്യങ്ങളായ വഴികൾ അന്നേ അദ്ദേഹം കണ്ടുപിടിച്ചു കഴിഞ്ഞിരുന്നു. ആ വഴികളിലൂടെയൊക്കെ അദ്ദേഹം കടന്നുപോയി കഴിഞ്ഞു. നമുക്ക് അതിലേക്ക് ഒന്ന് എത്തി നോക്കാം. അതേ ഭ്രാന്തോടുകൂടി വേണം നമ്മൾ ആ വഴിയിലേക്ക് പോകാനായിട്ട്. ഒരിക്കൽ ചലച്ചിത്രകാരനായ മൈക്കിൾ ഹനക്കെ പറഞ്ഞു, ഡോണ്ട് ചൂസ് ക്രിയേറ്റീവ് പ്രൊഫഷൻ ഇഫ് യു ആർ നോട്ട് ഒബ്സസ്ഡ് ബൈ ഇറ്റ്. നിങ്ങൾക്ക് ആ ജോലിയോട്, സർഗാത്മക ജോലിയോട് ഒബ്സഷൻ ഇല്ലെങ്കിൽ ആ വഴിക്ക് പോകാതിരിക്കുക. വളരെ ഒബ്സസ്ഡായ ഒരാൾ മാത്രം തിരഞ്ഞെടുക്കാവുന്ന ഒരു വഴിയാണ് എഴുത്ത് എന്ന് മൈക്കിൾ ഹനക്കെ, ചലച്ചിത്രകാരനായ മൈക്കിൾ ഹനക്കയുടെ വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി.